വഴി നടത്തിയതായ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായി കാണുകയാണ്. ദേവാലയത്തിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് കടന്നു വരുവാനും ആരാധനയിൽ പങ്കുചേരുവാനുമുള്ളതായ ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വാക്യങ്ങളിൽ പ്രകാരം വായിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരുവൻ ക്ലേശത്തിൽ അകപ്പെട്ടെങ്കിൽ പ്രാർത്ഥിക്കട്ടെ, സന്തോഷിക്കുന്നെങ്കിൽ സങ്കീർത്തനം പാടട്ടെ, രോഗിയായിരിക്കുന്നെങ്കിൽ സഭയിലേക്ക് അശീശമാല വിളിക്കട്ടെ. അവർ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിൽ തൈലം പൂശുകയും ചെയ്യട്ടെ. വിശ്വാസപൂർവമായ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുന്നു. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യും. അന്തരമായിട്ട് നിങ്ങളുടെ രോഗങ്ങൾക്ക് ആശ്വാസവും സ്വസ്ഥതയും ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്തതിലൂടെ കുർബാന സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിലായിത്തീർന്ന യഥാർത്ഥമായ ആ കുടുംബത്തിന്റെ അനുഭവം ജീവിതത്തിൽ പ്രാവർത്തികമാവുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി